സമ്മർ വെക്കേഷൻസ് ആർ ഓൾവേസ് സ്പെഷ്യൽ അല്ലേ? പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ സമ്മർ വെക്കേഷൻ തുടങ്ങുമ്പോൾ തന്നെ അമ്മ വീട്ടിലേക്ക് ഓടാനുള്ള ഒരു ധൃതി ഉണ്ടാവാറുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ ടീനേജ് ഒക്കെ എത്തിയപ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ തന്നെയാണ് ഇരിക്കാറ്. പക്ഷെ അപ്പോഴും ചേച്ചിയും ഞാനും തമ്മിൽ ടിവിയിലെ റിമോട്ടിന് വേണ്ടിയിട്ട് വൻ തല്ല് നടക്കാറുണ്ട്. അവൾക്ക് തമിഴ് പടം കാണുമ്പോൾ എനിക്ക് വേറെ എന്താണ്ടൊക്കെ കാണണമായിരുന്നു. അങ്ങനെ ഫുൾ അടിയായിരിക്കും. ദെൻ കെയിം ദ ഫേസ് ഓഫ് ഡൂയിങ് അബ്സല്യൂട്ട്ലി നത്തിങ്, സിറ്റിംഗ്, വാക്കിംഗ് അറൌണ്ട്, ജസ്റ്റ് എക്സിസ്റ്റിംഗ്. ബട്ട് ഓൾസോ നെയ്ബേഴ്സ് വുഡ് ഡ്രോപ്പ് ഇൻ, കസിൻസ് വുഡ് വിസിറ്റ്, റാൻഡം ഗെയിംസ്, ലാഫ്റ്റർ ഫില്ലിങ്സ് ദ ഈവനിങ്, അങ്ങനെയൊക്കെ. പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് ഈ പ്രിവിലേജസ് ഒന്നും ഇല്ലയെന്ന് തോന്നുന്നു. കാരണം നമ്മൾ പണ്ട് കുഞ്ഞിലെ മാങ്ങ പറക്കാൻ പോകുന്നതും ചപ്പി കുടിക്കുന്ന മാങ്ങ അത് പറക്കാൻ പോകുന്നതും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഇന്ന് ചേച്ചിയുടെ കുഞ്ഞിനെ നോക്കുമ്പോൾ അവൾ അത്യാവശ്യം തോട്ടിലൊക്കെ കളിക്കാൻ പോകുന്നുണ്ട്. പക്ഷേ എന്നാലും നമുക്കുണ്ടാകുന്ന പല പ്രിവിലേജസും അവർക്കില്ല. they are mostly hooked to their phones and they are least interested in walking around or running. കോളേജ് സമ്മർ വെക്കേഷൻസും രസമായിരുന്നു, ഇൻറ്റേൺഷിപ്സും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് കുറേ സമയം ഉണ്ടായിരുന്നു വെറുതെ ഇരിക്കാനുള്ള സമയം എന്ന് പറയുന്നത് വളരെ പ്രിവിലേജ് ആണെന്ന് ഇന്ന് 27ാമത്തെ വയസ്സിലാണ് എനിക്ക് മനസ്സിലാവുന്നത്. അന്ന് ബോറടിച്ചിരുന്ന കാലമാണെങ്കിൽ ഇന്ന് ബോറടിക്കുക എന്ന് പറയുന്നൊരു സമയമേ കിട്ടുന്നില്ല. ഇന്നും എനിക്ക് സമ്മർ വെക്കേഷൻസ് ഉണ്ട്. അപ്പോഴാണ് ഈ രാത്രി പകലാവുന്നതും പകൽ രാത്രിയാവുന്നതും കാലഘട്ടം എത്തുന്നത്. പണ്ട് തൊട്ടേ അങ്ങനെയാണ്. ഞാൻ പ്രൗഡ്ലി ഒരു നൈറ്റ് ഔൾ ആണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ദ മൊമെൻറ്റ് ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ് ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഐ ആം എ മോർണിംഗ് പേഴ്സൺ ബിക്കോസ് ഐ നീഡ് ടു വേക്കപ്പ് അറ്റ് എ കറക്റ്റ് ടൈം ആൻഡ് ഐ നീഡ് ടു ഗോ ടു ബെഡ് അറ്റ് എ കറക്റ്റ് ടൈം. അല്ലെങ്കിൽ എൻ്റെ ബോഡി ഫങ്ഷൻ ചെയ്യത്തേ ഇല്ല. പക്ഷേ സമ്മർ വെക്കേഷൻ എന്ത് ഫങ്ഷനിങ് അല്ലേ? ഐ ഹാവ് മൈ വർക്ക്സ് ടു ഡു ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ജസ്റ്റ് വെക്കേഷൻ മൂഡ്. ഈ സമയത്താണ് രാത്രി മുഴുവൻ ഉറങ്ങാതിരിക്കുക, വെറുതെ ഇരിക്കുക, മൂവി കാണുക, ചില്ല് ചെയ്യുക, ഫോൺ നോക്കുക, സ്ക്രോൾ ചെയ്യുക. എന്തൊരു സമാധാനമാണ്. നമ്മളെ തന്നെ വീണ്ടും റീവിസിറ്റ് ചെയ്യുന്നൊരു ഫീലിംഗ് ആണ് എനിക്ക് എപ്പോഴും ഉള്ളത്. കാരണം നമുക്ക് സമയമില്ല അല്ലാതെ റീവിസിറ്റ് ചെയ്യാനല്ലേ. സോ ദിസ് ഈസ് ദ ഓൺലി ടൈം വെൻ വി ഫീൽ ലൈക്ക് ഞാനൊരു റോബോട്ടല്ല, ഞാൻ തിരിച്ച് എൻ്റെ സെൻസസ് ഒക്കെ റീകളക്ട് ചെയ്യുന്നൊരു ഫീലിംഗ് ആണ്. പക്ഷേ ഇൻ അഡൾട്ട്ഹുഡ് ഐ നോ ദാറ്റ് ദിസ് ഈസ് എ പ്രിവിലേജ്. ഇങ്ങനെ ഒരു ടൈം കിട്ടുക, ഇത്രയും ദിവസം അടുപ്പിച്ച് വെക്കേഷൻ കിട്ടുക, അത് എടുക്കാനുള്ള പ്രിവിലേജ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. പക്ഷേ ഇത് വളരെ നെസസറി കൂടിയാണ്. ബിക്കോസ് ടുഡേ വെൻ ഐ ലുക്ക് ബാക്ക് മൈ സമ്മർ വെക്കേഷൻസ് വർ സോ ഡിഫറെൻറ്റ്. ബട്ട് ആഫ്റ്റർ സ്റ്റാർട്ടഡ് വർക്കിംഗ് സമ്മർ വെക്കേഷൻസ് കിട്ടുമ്പോൾ ഈ ലേറ്റ് നൈറ്റ് ഉറങ്ങാതെ ഇരിക്കുന്ന സമയം വളരെ റിഫ്ലക്റ്റീവാണ്. ബിക്കോസ് ദാറ്റ്സ് വെർ യു ആക്ച്വലി ഫീൽ ലൈക്ക് നമ്മൾ ഓട്ടോ പൈലറ്റ് മോഡിൽ നിന്ന് തിരിച്ചു വന്നൊരു ഫീലിംഗ് ആണ്. വർക്ക് ചെയ്യുന്ന സമയത്ത് മുഴുവൻ ഒരു ഓട്ടോ പൈലറ്റ് മോഡിലാണ് എന്ന് എനിക്കിപ്പോഴും തോന്നാറുണ്ട്. ബിക്കോസ് വി ആർ ഡൂയിങ് ദ സെയിം തിങ് അഗൈൻ ആൻഡ് അഗൈൻ, പിക്കിംഗ് അപ്പ് ദ കറക്റ്റ് ടൈം, ഡൂയിങ് ദ ചോസ്, ഡൂയിങ് ദ വർക്ക് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. ബട്ട് ദിസ് ടൈം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ദിസ് ഈസ് മോസ്റ്റ്ലി റിഫ്ലക്റ്റീവ്. ഒരു ആർട്ടിസ്റ്റിക് പേഴ്സൺ ആയിട്ടുള്ള ആൾക്കാർക്ക് എപ്പോഴും ഈ വർക്ക് മോഡ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വി ഫീൽ ലൈക്ക് വി ആർ ഡിറ്റാച്ച്ഡ് ഫ്രം അവർ സെൽവ്സ്. ഐ ഹാവ് ദറ്റ് ഫീലിംഗ് all the time, like I'm emotionally detached from myself എന്നൊരു ഫീലിംഗ് ഉണ്ട്. ആൻഡ് വെൻ യു ഹാവ് ഇനഫ് ടൈം ടു സിറ്റ് ആൻഡ് തിങ്ക് അബൌട്ട് തിങ്സ്, ദാറ്റ്സ് വെൻ യു ആക്ച്വലി ഫീൽ ലൈക്ക് you find yourself again. It's the only time you can be very reflective of. ഇത് വെച്ച് ഞാൻ കാര്യമായൊന്നും ചെയ്യാനൊന്നും പോകുന്നില്ല, ഇങ്ങനെ തന്നെ പോവും. ബിക്കോസ് എല്ലാ ദിവസവും ഫുഡ് കഴിക്കുക, ഉറങ്ങുക, എണീക്കുക, വീട്ടുകാരെ വെറുപ്പിക്കുക, ഇതൊക്കെ തന്നെയാണ്. പക്ഷേ ഇത് ഫണ്ണാണ്. ഇത് ഫണ്ണിൽ ഉപരി ഇത് പ്രിവിലേജാണ് എന്ന് ഇന്ന് വളരെയധികം മനസ്സിലാവുന്നുണ്ട്. I would really want this all in my life. To sit idly, to have time to do absolutely nothing. It is not laziness, it's a luxury. So if you ever get that time, don't rush to fill it. Just sit and do absolutely nothing.